അപ്പൊ ഗുരുവായൂരപ്പൻ എവിടെയുണ്ട്? ഉള്ളിൽ നമ്മളെ ഉണർത്തി, നമ്മളെ നിലനിർത്തി, നമ്മളെ കൊണ്ടു നടക്കുന്നത് മുഴുവൻ ഭഗവാനാണെന്നുള്ളൊരു ബോധത്തിലേക്ക് നമ്മൾ ഉണരണം. നമുക്കിപ്പോൾ അത് മനസ്സിലായാൽ പോലും അതിലേക്കൊന്ന് ഉയരാനുണ്ട്. ഇനി ഞാൻ പറഞ്ഞ ശ്ലോകങ്ങൾ നമുക്ക് 2 സ്ഥലത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന്, ഒരുപക്ഷെ നിങ്ങളിൽ ഫസ്റ്റ് വോളിയം ഉണ്ടാവില്ലെങ്കിൽ, ഇന്നലെ നമ്മൾ ധ്രുവന്റെ സ്തുതി പറഞ്ഞപ്പോൾ 4-ാം സ്കന്ധം 9-ാം അധ്യായം 6-ാം ശ്ലോകത്തിൽ ധ്രുവന്റെ സ്തുതി പറഞ്ഞപ്പോൾ, ധ്രുവന്റെ സ്തുതി എല്ലാവരും പഠിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. യോന്ത പ്രവിശ്യ മമവാചമിമം പ്രസുപ്തം സഞ്ജീവയത്യഖില ശക്തിധരസ്വതാംനാം അന്യാം ച ഹസ്തചരണശ്രവണത്വഗാദിൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എന്താർത്ഥം? യോ അന്തപ്രവിശ്യ, ഉള്ളിൽ പ്രവേശിച്ച്, പ്രസുപ്തം വാചം സഞ്ജീവയതി. പ്രസുപ്തം എന്ന് പറഞ്ഞാൽ, സുപ്തം എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന, വാചം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ആരാണോ ജീവയതി ഉണർത്തുന്നത്. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന മനസ്സിനെ ആരാണോ ഉണർത്തുന്നത്, ആരാണോ ഇതിനെ നിലനിർത്തുന്നത്, ആരാണോ ഇതിനെ ലയിപ്പിക്കുന്നത്, അത് തന്നെയാണ് എൻ്റെ ഗുരുവായൂരപ്പൻ എന്ന് ധ്രുവൻ പറയാണ്. ഇനി ഗീതയിലും കൃഷ്ണൻ ഇത് തന്നെ പറയാണ്. 15-ാം അധ്യായത്തിൽ 15-ാം ശ്ലോകത്തിൽ ഭഗവത്ഗീതയിൽ പതിനഞ്ചാം അധ്യായത്തില് 15-ാം ശ്ലോകത്തില് സർവസ്യചാഹം കൃതി സന്നിവിഷ്ട. കണ്ടോ ശ്ലോകം? കണ്ടോ? സർവസ്യ കൃതി സന്നിവിഷ്ട. ഞാൻ എവിടെ ഇരിക്കുന്നത്? സർവസ്യ. സർവസ്യ എന്ന് പറഞ്ഞാൽ ദേവസ്യയുടെ ഏട്ടനാണോ? സർവസ്യ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും. കൃതി, കൃതി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ. അഹം സന്നിവിഷ്ട, ഞാനിരിക്കുന്നു. മത്ത, മത്ത എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്നാണ്, പൂർണ്ണബോധമായ എന്നിൽ നിന്നാണ് സ്മൃതി, മനസ്സ് ഉണരുന്നത്, സ്മൃതിയിലേക്ക് വരുന്നത്. സ്മൃതി. അടുത്തത് എന്താണ്? ജ്ഞാനം. ഇപ്പം നമുക്ക് ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ബോധം. ഇപ്പം ഞാൻ നിങ്ങളെ കാണുന്നു, നിങ്ങൾ എന്നെ കാണുന്നു, എനിക്ക് ജ്ഞാനമുണ്ട് എന്ന് പറഞ്ഞാൽ ബോധമുണ്ട്. ഈ ബോധം ഉള്ള ഒരവസ്ഥ എനിക്ക് കിട്ടിയത് എന്നെ ബോധം ഉണർത്തിയത് കൊണ്ടാണ്. ആ ബോധം ഞാൻ ഉണ്ടാക്കിയതാണോ? ബോധം നമ്മൾ ഉണ്ടാക്കിയതാണോ? പറയൂ, ആണോ? ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ ഉള്ളിലുള്ള ബോധം, ആ കുഞ്ഞിൻ്റെ ഉള്ളിലുള്ള ബോധം എന്ന ഊർജം ആ കുഞ്ഞുണ്ടാക്കിയതാണോ? ആണോ? എന്താ മിണ്ടാത്തത്? നമ്മളാരും ഉണ്ടാക്കിയതല്ല. അപ്പം ആ ബോധത്തിൽ നിന്ന് ഉണർന്ന്, അല്ലേ? ആണോ? പറയുന്നത് ശരിയാണോ? ശരീരം രാവിലെ ഉണർന്നു വരുമ്പോൾ നമ്മുടെ ദേഹമല്ലല്ലോ മനസ്സിനെ ഉണർത്തുന്നത്. അത് ക്ലിയറായിട്ട് മനസ്സിലാക്കണം. ദേഹമാണോ ഉണർത്തുന്നത്? അല്ല. മനസ്സുണർന്നതിന് ശേഷമാണ്, മനസ്സുണർന്നതിന് ശേഷമാണ് ദേഹം ഉണരുന്നത്. മനസ്സിലായില്ലേ? അപ്പം മനസ്സിനെ ആര് ഉണർത്തി? അത് തന്നെയാണ് ഗുരുവായൂരപ്പൻ. അപ്പം ജ്ഞാനം, അപോഹനം. അപോഹനം എന്ന് പറഞ്ഞാൽ ഉറക്കം, മനസ്സ് കെട്ടടങ്ങുക, എല്ലാം മറന്നു പോവുക, എല്ലാം അലിഞ്ഞു പോവുക. ഇതൊക്കെ മത്ത, എന്നിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഞാൻ ആണ് ഇതിൻ്റെ പിന്നിലുള്ളത്. കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണ്. ക്ലിയറാണോ ഈ പറയുന്നത്? മനസ്സിലാവുണ്ടോ നിനക്ക്? ഇപ്പൊ ഗുരുവായൂരപ്പൻ എവിടെയുണ്ട്? ഉള്ളിൽ നമ്മളെ ഉണർത്തി, നമ്മളെ നിലനിർത്തി, നമ്മളെ കൊണ്ടു നടക്കുന്നത് മുഴുവൻ ഭഗവാനാണെന്നുള്ളൊരു ബോധത്തിലേക്ക് നമ്മൾ ഉണരണം. നമുക്കിപ്പോൾ അത് മനസ്സിലായാൽ പോലും അതിലേക്കൊന്ന് ഉയരാനുണ്ട്. ഈ ഉയരാനാണ് ജപവും സാധനകളും നമ്മൾ നിരന്തരം കൊണ്ടു നടക്കുന്നത്. അതിന് ആരും യോഗ്യരാണ്. അതുകൊണ്ട് ഈ ചില ആളുകൾക്കൊക്കെ തെറ്റിദ്ധാരണയുള്ളത് ജാതിയൊക്കെ ഉണ്ടോ എന്നുള്ള. അങ്ങനെ ഒരു ജാതിയും ഇല്ല. ഇതൊക്കെ വെറുതെ വിഡ്ഢിത്തരത്തിൽ ആളുകൾ ചിന്തിക്കുകയാണ്.
അടുത്ത ദിവസം ഒരു സ്വാമിജി തന്നെ പറഞ്ഞു, ഷർട്ട് ഇട്ട് പോകുന്ന അമ്പലങ്ങളൊക്കെ പോയാൽ മതി. ഞാൻ പറയും, സ്വാമിജിയുടെ അല്പത്തരം കൊണ്ട് സ്വാമിജി അത് പറഞ്ഞത്. നിങ്ങൾ ഷർട്ട് ഇട്ടാലെന്ത്, ഷർട്ട് ഇട്ടില്ലേ? ഷർട്ടിനെ കുറിച്ചല്ല ഇവിടെ ചിന്തിക്കേണ്ടത്. ഇവിടെ ചിന്തിക്കേണ്ടത് മനസ്സിനെ ഉയർത്തേണ്ട കാര്യമാണ്. പാവം അദ്ദേഹം ഒരു നാരായണ ഗുരു പ്രസ്ഥാനത്തിൽ സ്വാമിജിയാണ്. ആ നാരായണ ഗുരുദേവൻ പോലും ഷർട്ട് ഇടാതെയാണ് നടന്നത്, അല്ലേ? ശരിയല്ലേ? ആ ഗുരുദേവൻ പോലും ഒരു ഷർട്ടിടാതെ നടക്കുന്ന ഒരാളായിരുന്നു. ഷർട്ടിനല്ല പ്രാധാന്യം, മനസ്സിലായില്ലേ? നിങ്ങൾ ഏത് കുലത്തിൽ ജനിച്ചവരാവട്ടെ, അതാണ് ആദി ശങ്കരാചാര്യ സ്വാമികൾ പഠിപ്പിക്കണം. നോക്കൂ നിങ്ങൾ, ചണ്ടാളോസ്തു ദ്വിജോസ്തു യേഷാ ഗുരുർമമ എന്നാണ്. നിങ്ങൾ മാനസികമായി ഉയർന്നാൽ ഗുരുവായൂരപ്പനാണ് നിങ്ങൾ. ഗുരുവായൂരപ്പൻ കൊണ്ടുവരണം. പിന്നെ എന്ത് ജാതി അവിടെ? നോക്കൂ നിങ്ങൾ, ഗോപികമാരുടെ ജാതി നോക്കിയിട്ടാണോ കൃഷ്ണൻ അനുഗ്രഹിച്ചത്? ഗുരുവായൂരപ്പൻ തന്നെ പറയുന്ന വരികളുണ്ട് ഗോപികമാരോട്, ന പാരേഹം നിരവധ്യ സംയുധാം. 10-ാം സ്കന്ധം 30-ാം അധ്യായത്തിൽ ഏറ്റവും ഒടുവിലത്തെ വരിയിൽ നിരവധ്യസം, എത്ര ജന്മമെടുക്കേണ്ടി വരും എനിക്കറിയില്ല ഗോപികമാരെ. കാരണം നിങ്ങൾ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ആ ഭക്തി അത്രയും സർവശ്രേഷ്ഠമാണ്. നിങ്ങളുടെ ഭക്തി അത്രയും സർവശ്രേഷ്ഠമാണ്. നിങ്ങളുടെ പാദരേണുക്കളെങ്കിലും ഞാൻ എടുത്തെൻ്റെ ശിരസിലിട്ടോട്ടെ എന്നാണ് കൃഷ്ണൻ പറയുന്നത്. ആ ഗോപികമാർ എത്രമാത്രം ആദരവോടെ ബഹുമാനത്തോടെയാണ് കൃഷ്ണൻ കാണുന്നത്. ഭാഗവതത്തിൽ 10-ാം സ്കന്ധം 32-ാം ശ്ലോകത്തിൽ 32-22 അവിടെ പറയും, പാരയേഹം നിരവധ്യ സംയുതാം സ്വസാധകൃത്യം വിബുധായുഷാഭി. നിങ്ങൾ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ആ മഹത്തരമായ ഭക്തിക്ക് എനിക്ക് പ്രതിക്രിയ, തിരിച്ചൊരു പ്രത്യുപകാരം ചെയ്യാൻ വിബുധായുഷം എന്ന് വെച്ചാൽ 1000 ജന്മം എടുക്കേണ്ടിയിരുന്നവന്ന്. എനിക്ക് നിങ്ങളോടുള്ള കടം തീർക്കാൻ എത്ര 1000 ജന്മങ്ങൾ എടുക്കേണ്ടി വരും. മാഭജൻ ദുർജര ഗേഹ ശൃംഖലേ സംവൃച്ഛതദ്വപ്രതിയാതു സാധുന. ഗോപികമാരെ, നിങ്ങൾ കുടുംബജീവിതത്തിൻ്റെ കെട്ടുകൾക്കുള്ളിലിരുന്നു കൊണ്ട് മനസ്സെന്നിൽ അർപ്പിച്ച് ജീവിച്ച ജീവിതമുണ്ടല്ലോ, അതിന് ഞാൻ 1000 ജന്മമെടുത്താലും എൻ്റെ കടം തീരില്ല എന്നാണ്. ഇതൊക്കെ കൃഷ്ണൻ ആ ഗോപികമാരോട് പറയണമെങ്കിൽ ആലോചിച്ചു, അവരുടെ ആ ഭക്തിയുടെ പൂർണ്ണതയല്ലേ? ആണോ? അതുകൊണ്ട് ജാതി നീതി കുല ദൗരഗോത്രകം, നിങ്ങൾ ഏത് ജാതി ഏത് മതം ആണ് പെണ്ണ് ഇതൊക്കെ വിടൂ. ശങ്കരാചാര്യ സ്വാമികൾ വിവേക ചൂടാമണി പറയുന്ന വരികളാണ്. ജാതി നീതി കുല ഗോത്രദൂരകം, ഇതൊക്കെ ഈ ചിന്തകളൊക്കെ വിട്ടിട്ട് ഒറ്റ കാര്യം, ഭാവയാമി തത്. ആരെ ഭാവയാമി? ഭഗവാനെ തന്നെ ഭാവയാമി. അങ്ങനെ നോക്കൂ, ആരുണരുന്നുണ്ടോ അവരൊക്കെ ഭഗവാൻ ആദരിച്ചിട്ടേ ഉള്ളൂ. ഒരു ശബരി ദേവിയുടെ അടുത്ത് എന്ന ഭഗവാൻ ആ ശബരിയെ നമസ്കരിച്ചത് കുലം നോക്കിക്കൊണ്ടല്ല, ആണോ? ആ ഭക്തിയുടെ മഹത്വം കൊണ്ടാണ്. അപ്പം ഭക്തി ഉണ്ടോ ഭഗവാൻ അനുഗ്രഹിക്കും. ഭക്തി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? മനസ്സിനെ നാമജപാദികളിൽ പൂർണ്ണമായി സമർപ്പിക്കണം. ഇതാണ് ഭക്തി എന്നുള്ള ബോധം വേണം. എൻ്റെ ഉള്ളിലാണ് ആരുള്ളത്? ഭഗവാനുള്ളത്. അത് നാമജപത്തിലൂടെ മനസ്സിനെ അർപ്പിച്ച് ഭഗവാൻ പറയണത് നാമത്തിലൂടെ എന്നിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ആ ഒരൊറ്റ ശ്ലോകം കൂടി കണ്ട് നമുക്ക് നിർത്താം. ഇത് ഏകാദശ സ്കന്ധം 11-ാം സ്കന്ധം 14-ാം അധ്യായത്തിൽ 27-ാം ശ്ലോകത്തിൽ പറയും. ഭാഗവതമാണ്. ഭാഗവതത്തിൽ പറയും, വിഷയാൻ ധ്യായത ചിത്തം വിഷയേഷു വിഷജ്യതേ മാം അനുസ്മരത ചിത്തം മയ്യേവ പ്രവിലീയതേ. ഈ ഒരു വരി എല്ലാവരും ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. മാം എന്ന് പറഞ്ഞാൽ എന്താണ്? രാവിലത്തെ മാമല്ല. മാം എന്ന് പറഞ്ഞാൽ എന്നെ. മാം സംസ്കൃതത്തിൽ മാം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ മാമല്ല. മാം എന്ന് പറഞ്ഞാൽ എന്നെ. അനുസ്മരത, മാം അനുസ്മരത, അനുസ്മരിക്കുന്ന, സ്മരിക്കുന്ന, ജപിക്കുന്ന, ചിത്തം മനസ്സ്,
മയി ഏവ, മയി എന്നിൽ തന്നെ, പ്രവിലീയതേ, ലീയതേ, വിലീയതേ, പ്രവിലീയതേ, എന്നിൽ തന്നെ ലയിച്ചു ചേരുന്നു. അപ്പം ഭഗവാനിലേക്ക് എത്താൻ വേണ്ടത് എന്തേ ഉള്ളൂ? എന്തേ വേണ്ടതുള്ളൂ? നാമത്തിൽ മനസ്സിനെ ലയിപ്പിച്ചെടുക്കാൻ സാധിച്ചാൽ ആരിലേക്ക് എത്തിക്കൊള്ളും? ആരിലേക്ക് എത്തിക്കൊള്ളും? ഇത്രയും ക്ലാരിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ആരെ കാത്തിരിക്കണം? എന്തിന് കാത്തിരിക്കണം? ആരെക്കുറിച്ച് ദുഃഖിക്കണം? എന്തിനെക്കുറിച്ചിരുന്ന് ദുഃഖിക്കണം? ജീവിതത്തിൽ ഇനി മുന്നോട്ടും പിന്നോട്ടും നോക്കരുത്. ഈ ഉറപ്പിൽ ജീവിക്കണം. നാമത്തിൽ ആത്മാർത്ഥതയോടെ മനസ്സർപ്പിച്ചാൽ ഭഗവാനിൽ എത്തിച്ചേരും. ഈ വാക്കുകൾ നമ്മുടെ തലയിൽ അങ്ങനെ ഉറപ്പിക്കണം. ഒരു സംശയമില്ലാതെ ദൃഢതയോടെ പോവാൻ സാധിച്ചാൽ ആർക്കാരെ തോൽപ്പിക്കാൻ പറ്റും? വിധിക്ക് പോലും നമ്മളെ അവർക്ക് പറയൂ തോൽപ്പിക്കാൻ സാധിക്കും. ഇത് മനസ്സിലായാൽ പിന്നെന്താ ആത്മഹത്യ? ഇത് മനസ്സിലായാൽ പിന്നെ ആർക്ക് നിങ്ങളെ അസ്വസ്ഥമാക്കാൻ സാധിക്കും? മനസ്സ് ആർക്കും കൊടുക്കരുത്. മനസ്സ് പലർക്കും കൊടുക്കുന്നതുകൊണ്ടാണ് അവരൊക്കെ പന്താടിക്കുന്നത്. മനസ്സിലായില്ലേ? കല്യാണം കഴിക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയം നിങ്ങളെയാന്ന് പറഞ്ഞ് കൊഞ്ചിച്ചെന്നാൽ അവൻ അത് ആറാട്ട് കളിക്കില്ലേ? മനസ്സിലായില്ലേ? എന്നിട്ട് ദാരുകവധത്തിനെ ചീത്ത പറയുകയാണ്. അപ്പം അതുകൊണ്ട് അവനവൻ്റെ മനസ്സ് ആർക്കും കൊടുക്കരുത്. അത് മൊബൈലിനൊട്ടും കൊടുക്കരുത്. അത് ആർക്കേ കൊടുക്കാവൂ? ഭഗവാന് കൊടുക്കാൻ അതിനൊരു തീർച്ചയായിട്ടും അനുഗ്രഹം വേണം, സുഹൃതം വേണം, ഭാഗ്യം വേണം. അതിനാണ് നമ്മൾ ഈ ഭാഗവതം കേൾക്കുന്നത്. ഇത്രയും മതി.